കിഫ്ബി എന്ന വികസന വിപ്ലവം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെഴുതുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് തിരുവല്ല മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഇന്നെത്തിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം എന്നീ മേഖലകളിലെല്ലാം തിരുവല്ല നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. തിരുവല്ല ഇന്ന് വികസനത്തിന്റെ പാതയിലാണ്. വഴികളിൽ തുടങ്ങിയ ഈ വിപ്ലവം വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും വീട്ടുമുറ്റത്തെ കുടിവെള്ള പൈപ്പുകളിലും വരെ എത്തി നിൽക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ കിഫ്ബി പദ്ധതികൾ കൊണ്ട് മണ്ഡലത്തിന്റെ ഓരോ മുക്കും മൂലയും നവീകരിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിന്റെ തന്നെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആദ്യ കിഫ്ബി റോഡായി അമ്പലപ്പുഴ തിരുവല്ല പാത മാറിയപ്പോൾ അത് ഒരു മണ്ഡലത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുകയായിരുന്നു. യാത്രക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള ദുരിതത്തിന് അറുതി വരുത്തിക്കൊണ്ട് ആധുനിക നിലവാരത്തിൽ ഈ റോഡ് നവീകരിച്ചത് മാത്യു ടി തോമസ് MLA നിരന്തരമായ ഇടപെടലുകളുടെ ഫലമാണ്. ഇതിനു പുറമെ മുത്തൂർ, കുറ്റൂർ, കിഴക്കൻ മുത്തൂർ റോഡ് BM&BC നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കി. കാവുംഭാഗം ഇടിഞ്ഞില്ലം റോഡും ഇന്ന് അത്യാധുനിക നിലവാരത്തിലാണ്. ചങ്ങനാശ്ശേരി കവിയൂർ റോഡിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുമ്പോൾ തിരുവല്ല മല്ലപ്പള്ളി ചേലക്കോട് റോഡിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും. 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് പ്രഖ്യാപിച്ച നിരവധി കിഫ്ബി പദ്ധതികളിൽ വലിയ ഒരു പങ്ക് കിട്ടിയ പ്രദേശമാണ് തിരുവല്ല അസംബ്ലി നിയോജകമണ്ഡലം. സംസ്ഥാനത്തെ ആദ്യത്തെ കിഫ്ബി റോഡ് തിരുവല്ല അമ്പലപ്പുഴ റോഡാണ്. 128 കോടി രൂപയാണ് ആ നിർമ്മാണത്തിന് വേണ്ടി ആകെ ചിലവാക്കിയത്. അതിൽ തിരുവല്ലയുടെ ഭാഗം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്കാണ് ആ തുക ചെലവഴിച്ച് ആദ്യത്തെ കിഫ്ബി പദ്ധതി തിരുവല്ലയിലാണ് നടപ്പിലാക്കിയത്. നിരവധിയായ റോഡുകൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തു. നമ്മുടെ ബൈപ്പാസിന് സമാന്തരമായി മറ്റൊരു ബൈപ്പാസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറ്റൂരിൽ നിന്ന് മനക്കച്ചിറ എന്ന് കിഴക്കമ്പത്തൂർ നിന്ന് മുത്തൂർ, ഈ റോഡുകൾ കിഫ്ബി പദ്ധതിയിൽ പൂർത്തീകരിച്ചു. മറ്റൊരു ബൈപ്പാസായി ഇന്ന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാവുംഭാഗം ഇടിഞ്ഞിലം റോഡ്, ഇടിഞ്ഞിലത്ത് പുതിയ പാലം ഉൾപ്പെടെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിന് 83 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. അതിന് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് പല ആളുകൾ 68 ആളുകൾ കോടതിയിൽ കേസ് പോയത് മൂലം സ്ഥലമെടുപ്പ് നടപടികൾ വൈകിയെങ്കിലും സ്ഥലമെടുപ്പ് അടക്കമുള്ള പുതിയ റോഡ് നിർമ്മാണത്തിന് വീതിയിൽ 12 മീറ്റർ വീതിയിൽ തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് നിർമ്മിക്കുന്നതിന് 83 കോടി രൂപയുടെ സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സാമൂഹികാഘാത പഠനം കഴിഞ്ഞു. 4-1 നോട്ടിഫിക്കേഷന് ശേഷം സാമൂഹികാഘാത പഠനവും പിന്നീട് 21 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് സർവേ സമ്പൂർണ്ണമായി പൂർത്തീകരിച്ചിരിക്കുന്നു. 6 ഏക്കർ സ്ഥലമാണ് ആ റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 5 വില്ലേജുകളും കോട്ടയം ജില്ലയിലെ 2 വില്ലേജ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെയാണ് സർവേ പൂർത്തീകരിച്ച് അതിൻ്റെ വില നിർണ്ണയ നടപടിയിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മണിമലയാറിന് കുറുകെ പത്തനംതിട്ടയെയും ആലപ്പുഴയെയും ബന്ധിപ്പിക്കുന്ന ചാത്തങ്കരി കോൺകോട് പാലം യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണ്. ഇതിനൊപ്പം പാറക്കടവ് പാലത്തിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായി. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വിപുലമായ പൈപ്പ് ലൈൻ വിപുലീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തിരുവല്ല നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളം തടസ്സമില്ലാതെ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ നടന്നുവരുന്നു. കുടിവെള്ള മേഖലയിൽ തിരുവല്ല ചങ്ങനാശ്ശേരി നഗരസഭകൾക്ക് വേണ്ടി 54 കോടി രൂപയുടെ ഒരു പുതിയ വിപുലീകരണ പദ്ധതി അത് പൂർത്തീകരിച്ചതുകൊണ്ടാണ് തിരുവല്ല നഗരത്തിൽ ഇപ്പോൾ നേരത്തേനേക്കാൾ കൂടുതൽ ക്രമമായി വെള്ളം കൊടുക്കുന്ന ഒരു സാഹചര്യം സംജാതമാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. വിദ്യാഭ്യാസമാണ് ഒരു ജനതയുടെ കരുത്ത്. ആ കരുത്തിന് അടിത്തറപ്പാകാൻ മാത്യു ടി തോമസ് MLA നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കടപ്ര കണ്ണശ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അത്യാധുനികമായ പുതിയ കെട്ടിട സമുച്ചയം ഇന്ന് നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു നാഴികക്കല്ലായ വെണ്ണിക്കുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു. കുന്നന്താനം സെന്റ് മേരീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുഖച്ഛായയും മാറുകയാണ്. 3 കോടി രൂപയുടെ പുതിയ കെട്ടിട നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബി മുഖേന നടപ്പാക്കുന്ന പ്രധാന പദ്ധതി എന്ന് പറയുന്നത് കണ്ണശ സ്കൂളിൽ 5 കോടി രൂപയുടെ കെട്ടിടം നമ്മൾ പൂർത്തീകരിച്ചു. സെന്റ് മേരീസ് സ്കൂൾ നമ്മുടെ കുന്നന്താനം പഞ്ചായത്തിലെ പാലക്കത്തകടിയിലുള്ള സെന്റ് മേരീസ് സ്കൂളിൽ 3 കോടിയുടെ പദ്ധതി അതും പൂർത്തീകരിച്ചു.
വിദ്യാഭ്യാസ മേഖലയിലും കിഫ്ബിയുടെ നിരവധിയായ പദ്ധതികൾ. ഒപ്പം വെണ്ണിക്കുളം പോളിടെക്നിക്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പണിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പോളിടെക്നിക്കിലെ സ്ഥലപരിമിതികൾ പരിഹരിക്കാൻ വേണ്ടി ആ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. തിരുവല്ല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന ആധുനിക ഡയാലിസിസ് സെന്റർ സാധാരണക്കാരായ രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ്. ആശുപത്രിയുടെ സമഗ്രമായ നവീകരണ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കുന്നു. കൂടാതെ മല്ലപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിന്റെ പുതിയ മുഖത്തിനായുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ 50 കോടി രൂപയ്ക്ക് ഒരു ബൃഹത് നിലയം പണിതുകൊണ്ടിരിക്കുകയാണ്. പണി ആരംഭിച്ചു. ഒരാളെങ്കിലും സൊസൈറ്റിയാണ് അതിൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണികൾ 1.5 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 7 നിലയിൽ ബൃഹത്തായ സംവിധാനങ്ങൾ ഒരുക്കി ലിഫ്റ്റ് സൗകര്യത്തോടു കൂടി മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതാണ് ആ പുതിയ പദ്ധതി. പാറക്കടവിൽ പുതിയ പാലം അതിൻ്റെ നിർമ്മാണം തിങ്കളാഴ്ച ആരംഭിക്കും. നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഓൺലൈൻ മുഖേന നടത്തി. തിങ്കളാഴ്ച മുതൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുക. അങ്ങനെ നിരവധിയായ പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ കോൺകോട് പാലം, കോതേക്കാട്ട് പാലം അടക്കം അത് ഏറ്റെടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കിഫ്ബി എന്നത് ഒരിക്കലും സാധ്യമാവുകയില്ല എന്ന് കരുതിയിരുന്ന പല പദ്ധതികളും ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് അവസരമൊരുക്കി തന്ന ഒരു പദ്ധതിയായി മാറിയിരിക്കുന്നു. തിരുവല്ലയുടെ വികസനത്തിന് വലിയ നാഴികക്കല്ലായി മാറുന്ന ഒട്ടനവധി പദ്ധതികൾ കിഫ്ബി മുഖേന ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷപൂർവ്വം ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി തിരുമൂലപുരത്ത് സ്ഥാപിക്കപ്പെട്ട വാട്ടർ ടാങ്ക് തിരുവല്ല മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല, അവിടെ നിന്ന് തൊട്ടടുത്തുള്ള തിരുവമുണ്ടൂർ പഞ്ചായത്ത്, ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിലെ തിരുവമുണ്ടൂർ പഞ്ചായത്തും ചങ്ങനാശ്ശേരിയിലേക്കുമുള്ള കുടിവെള്ളം ഉൾപ്പെടെ ആ ടാങ്കിൽ നിന്നാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പർ കുട്ടനാടൻ പ്രദേശമാണ് തിരുവല്ല. വെള്ളമുണ്ട്, പക്ഷേ വെള്ളം എന്നത് അത്ര ശുചിത്വമുള്ള വെള്ളമല്ല അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിൽ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ വാട്ടർ ടാങ്കിൽ നിന്നുള്ള വെള്ളം ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുകയും പുതിയ പാലങ്ങൾ വന്നു, പുതിയ റോഡുകൾ വന്നു. അതെല്ലാം ഉന്നത നിലവാരത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നതിനും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമായി അത് മുന്നേറുന്നതിനും സാധിച്ചു. തിരുവല്ലയുടെ ഹൃദയഭാഗത്താണ് നമ്മുടെ താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ 4 നിലകൾ പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മുകളിലേക്ക് 3 നില കൂടി വരുമ്പോൾ സമീപ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ ആശുപത്രിയായി നമ്മുടെ താലൂക്ക് ആശുപത്രി വരികയാണ്. യഥാർത്ഥത്തിലൊരു ജനറൽ ആശുപത്രിയുടെ കാറ്റഗറിയിലേക്കാണ് അത് പോകുന്നത്. ഇപ്പോൾ താലൂക്ക് ആശുപത്രികൾ ജനറൽ ആശുപത്രിയായി വികസിപ്പിക്കേണ്ടതില്ലെന്ന സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ അത് ഒരു ജനറൽ ആശുപത്രിയുടെ എല്ലാവിധമായ സൗകര്യങ്ങളും അവിടേക്ക് വന്നിട്ടുണ്ട്. അതിന് ആനുപാതികമായി തന്നെ സ്റ്റാഫിൻ്റെ പാറ്റേൺ കൂടെ പരിഷ്കരിക്കപ്പെടുകയും പുതിയ സ്റ്റാഫ് കൂടെ വരുന്നതോടുകൂടി മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ഒരു ആശുപത്രി സമുച്ചയഘട്ടമായി അത് മാറ്റപ്പെടും. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന് തെളിയിക്കുകയാണ് മാത്യു ടി തോമസ് MLA. ഓരോ രൂപയും നാടിൻ്റെ വികസനത്തിനായി കൃത്യമായി വിനിയോഗിക്കുമ്പോൾ തിരുവല്ല മാറുകയാണ്. നവകേരളത്തിൻ്റെ ഒരു തിളങ്ങുന്ന മാതൃകയായി. വികസനത്തിൻ്റെ ഈ പ്രയാണം ഇനിയും തുടരും. അമൃത ന്യൂസ്, പത്തനംതിട്ട.